Hi everyone, Assalamu alaikum. Welcome to my channel. ഞാനിന്നിവിടെ വന്നിരിക്കുന്നൊരു മിനിയേച്ചർ ക്രിസ്മസ് ട്രീ ആയിട്ടാണ്. കുറഞ്ഞ ചെലവിൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൊച്ചു ക്രാഫ്റ്റാണിത്. കുട്ടികൾക്ക് വരെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണിത്. എന്തായി നിങ്ങളുടെ ക്രിസ്മസിൻ്റെ ഒരുക്കങ്ങളൊക്കെ, ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞോ? നിങ്ങൾക്ക് വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ ക്രിസ്മസിന് ഫ്രണ്ട്സിനൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ നല്ലൊരു ക്രാഫ്റ്റാണിത്. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്കൊരു ചാർട്ട് പേപ്പർ വേണം. അപ്പോൾ അതിന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് കുറച്ച് പീസാക്കി കട്ട് ചെയ്ത് വെക്കുക. നമ്മളിതിനെടുക്കുന്നത് ഒരു കട്ടിയുള്ള ചാർട്ട് പേപ്പറാണ്. നമ്മൾ ഈ പേപ്പർ ഒരു കോൺ ഷേപ്പിലൊന്ന് റോൾ ചെയ്തെടുക്കണം. ഒരു സൈഡ് പിടിച്ചിട്ട് മറ്റേ സൈഡ് ഇങ്ങനെ ഉള്ളോട്ടാക്കി തിരിച്ചു കഴിഞ്ഞാൽ ശരിക്കും ആ ഒരു നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അതിനുശേഷം നമ്മൾ ആ സെല്ലോ ടേപ്പ് നമ്മൾ പീസാക്കി വെച്ചിട്ടുള്ള സെല്ലോ ടേപ്പൊക്കെ ഒന്ന് ഒട്ടിക്കാം. നമ്മളത് കറക്റ്റായിട്ട് ഒട്ടിച്ചതിൻ്റെ ശേഷം നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് താഴെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് വേണ്ട ഒരു ഗ്ലിറ്റർ ഷീറ്റാണ്. ഞാനൊരു ബോട്ടിലിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ഗ്ലിറ്റർ ഷീറ്റിൻ്റെ പുറകുവശത്തൊന്ന് പ്രസ് ചെയ്തെടുക്കുക. നമുക്ക് ആ ഒരു റൗണ്ട് ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ നമ്മൾ ഈ ഷീറ്റ് മുഴുവനായിട്ട് പ്രസ് ചെയ്തെടുത്തതിൻ്റെ ശേഷം നമ്മളൊരു സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ റൗണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഓരോ റൗണ്ടിൻ്റെയും നടുക്ക് നമ്മളൊന്ന് കത്രിക ഉപയോഗിച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ എല്ലാ പീസും നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ആ ഒരു രണ്ട് കട്ട് ചെയ്ത ഭാഗം കൂടെ പിടിച്ചിട്ടൊന്ന് ഉള്ളോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വലിക്കുക. അപ്പം നമുക്കൊരു ചെറിയൊരു ബെൻഡായിട്ട്. അതിനുശേഷം നമ്മളൊരു സ്റ്റാപ്ലർ ഉപയോഗിച്ചിട്ട് അതൊന്ന് പിൻ ചെയ്യാം. ഇതുപോലെ നമ്മൾ ഒരു ഭാഗം ഒന്ന് ഉള്ളോട്ട് അതിൻ്റെ മറ്റേ സൈഡ് ഒന്ന് മേലേക്ക് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്താൽ മതി. കുട്ടികളാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുതിർന്നവരതൊന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. ഒന്ന് ഈ സ്റ്റാപ്ലർ ഉപയോഗിക്കുമ്പോൾ കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ നമ്മൾ എല്ലാ പീസും നമ്മൾ ഇതേപോലെ കട്ട് ചെയ്ത് നമ്മളൊന്ന് ഹോൾഡ് ചെയ്ത് രണ്ട് സൈഡും കൂടെ ഒന്ന് പിടിച്ച് നമ്മളൊന്ന് സ്റ്റാപ്ലർ ചെയ്തെടുക്കുക. ഒരു 3 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഈ റൗണ്ടിൻ്റെ ഒരു വിഡ്ത്ത്. ഇങ്ങനെ എനിക്കൊരു 33 പീസ് കിട്ടിയിട്ടുണ്ട്. എല്ലാ പീസും ഞാനിതുപോലെ കട്ട് ചെയ്തിട്ട് സ്റ്റാപ്ലർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ കോൺ ഷേപ്പിൻ്റെ മേലെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ സ്റ്റാപ്ലർ ചെയ്ത ഭാഗം മേലോട്ടായിട്ട് അങ്ങനെയാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. നമ്മൾ മാക്സിമം അടുത്തടുത്തായിട്ട് ഒട്ടിച്ചെടുക്കുക. ഗ്ലൂ ഗണ്ണാണ് നല്ലത്. അല്ലാതെ ഫെവിക്കോളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരുപാട് ടൈം എടുക്കും. ഇത്ര പെട്ടെന്നൊന്നും ഒട്ടി കിട്ടൂല. ഗ്ലൂ ഗണ്ണാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു റൗണ്ട് ഫുള്ളായിട്ട് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് മേലെയായിട്ട് അടുത്ത റൗണ്ട് ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. അധികം ഗ്യാപ്പ് വരാതെ നമ്മൾ ഒട്ടിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ബാക്കിയുള്ള പീസസും കൂടെ ഇതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കുക. ഇങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ഈ കോൺ ഷേപ്പിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ കയ്യിൽ ഫെൽറ്റ് ബോൾസ് 3 ഉണ്ടായിരുന്നു. ആ 3 ഞാൻ ഈ ട്രീയുടെ മേലെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അതുണ്ടെങ്കിൽ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ഗ്രീൻ പീസസ് തന്നെ ഫുള്ള് മേലെ വരെ ചെയ്താൽ മതി. ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഞാൻ ഈ ഫെൽറ്റ് ബോൾസ് ഒട്ടിക്കുന്നത്. എൻ്റെ കയ്യിലുള്ള ഈ 3 ബോൾസ് ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്.
അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ട്രീ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ മേലെ ഭാഗം കാണാൻ നല്ലൊരു ലുക്ക് ഉണ്ട് കാണാനും. ഇനി ഞാൻ ഇതിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഗോൾഡൻ കളർ ഗ്ലിറ്റർ ഷീറ്റിൽ നിന്ന് 2 സ്റ്റാർ വെട്ടിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 2 സ്റ്റാറും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കണം. എന്നാലല്ലേ 2 സൈഡിൽ നിന്ന് കാണുമ്പോഴും ഒരേപോലെയുള്ള ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ രണ്ടും കൂടെ ഞാനൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാർ ഉണ്ടാക്കിയതിന് ശേഷം നമ്മളുടെ ആ ട്രീയുടെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട്, ആ ഫെൽറ്റ് ബോൾസിൻ്റെ നടുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഈ സ്റ്റാർ ഒന്ന് നമുക്ക് ഒട്ടിച്ചെടുക്കാം. സ്റ്റാറും കൂടെ ഒട്ടിച്ചെടുത്തപ്പോൾ നമ്മൾ ആ ഒരു കുട്ടി ക്രിസ്മസ് ട്രീ നല്ല ഭംഗിയുണ്ട് കാണാൻ. ആ ഒരു ക്രിസ്മസ് ട്രീയുടെ മേലെ ഇങ്ങനെ ഒരു സ്റ്റാർ വന്ന് നിൽക്കുന്ന പോലെയുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ കുട്ടി ക്രിസ്മസ് ട്രീ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫോട്ടോയിൽ കാണുന്ന ഈ റെഡ് ഡെക്കറേറ്റീവ് ബോൾ അതുപോലെ ആ ഗോൾഡൻ സ്റ്റാറൊക്കെ ഗ്ലിറ്റർ ഷീറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ഒക്കെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് വീഡിയോ കാണാത്തവരൊക്കെ ആ വീഡിയോ ചെന്ന് ഒന്ന് കണ്ടെന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനം കൊണ്ട് ഉണ്ടാക്കുന്ന ഡെക്കറേറ്റീവ് ബോൾസ് ആണ്. ക്രിസ്മസിന് പറ്റിയ നല്ലൊരു ഡെക്കറേഷനാണിത്. എനിക്ക് നല്ല വ്യൂ കിട്ടിയ ഒരു വീഡിയോ ആണ്. നിങ്ങളെല്ലാവരും ആ വീഡിയോ ഒന്ന് ചെന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.